നിങ്ങൾക്ക് മറ്റ് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനുള്ള പേടിയുണ്ടോ? മറ്റുള്ളവര് നമ്മളെ എങ്ങനെ കാണും? ഞാൻ അവരുടെ അത്രയും വളർന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അവരെക്കാട്ടിലൊക്കെ ഒരുപാട് താഴെയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കുകയോ അവരെ പേടിക്കുകയോ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്ത് അവരുടെ കുറേ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാർ, നമ്മളെക്കാട്ടിൽ ഒരുപാട് മുകളിലുള്ള ആളായതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അവരോട് സംസാരിക്കാൻ വളരെയധികം പേടിയാണ്. അതേപോലെ തന്നെ മറ്റു ചില ആൾക്കാരും, അയ്യോ അവരിങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് അവരോട് എങ്ങനെ സംസാരിക്കുക, നമ്മൾ പറയുന്ന ആൻസർ അവർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് പേടിയാണ്, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരുമ്പോൾ വല്ലാതെ പേടിക്കുന്നു, അയ്യോ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ? അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടേണ്ടത് ഉണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പോഴും എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരാണ്, നമ്മുടെ അച്ഛൻ്റെ ജോലി എന്താണ്, നമ്മുടെ അച്ഛൻ ഏത് ഫുൾ നെയിം, നമ്മുടെ നെയിം പറയുമ്പോൾ ഫുൾ നെയിം അപ്പോൾ അതിൻ്റെ വാലറ്റത്ത് എന്താണ് ഇപ്പോൾ ഉള്ളത്, അതിൽ നിന്ന് അവർ അളക്കുകയാണ് നമുക്ക് എത്രയാണ് മാസ ശമ്പളം, ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഏത് പൊസിഷനാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് ബഹുമാനം തരണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ളത്. ചില ആൾക്കാർ പറയില്ല, എനിക്ക് അങ്ങനെയില്ല അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം വരും, അവന് അതാണല്ലോ പിന്നെ എങ്ങനെ നന്നാവാനാ, അല്ലെങ്കിൽ ഇവൾ ഇതാണല്ലോ പിന്നെ എങ്ങനെ നന്നാവാനാ എന്നുള്ള ഒരു സംസാരം കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനായാലും. ഞാൻ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ ബാക്കിൽ നിർത്തും. അയ്യോ അത് ബാക്കിൽ നിൽക്കണേ, ഞാൻ നന്നായി പഠിക്കുമായിരുന്നെങ്കിലും എന്നെ അറിയേ പോലും ഇല്ല ടീച്ചേഴ്സിന്. ഓക്കെ, ഓ നീ ജയിച്ചോ, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പേടി, എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പേടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റേജിൽ കയറാനോ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടുന്നിടത്ത് സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ എനിക്കത് ഓവർകം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൾക്കാരെ എല്ലാം ഒരേപോലെ കാണുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഹ്യൂമനാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഈഗോയും ജലസിയും നമ്മുടെ കാലിബറും അതുപോലെ സ്കില്ലും ഈ സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് ഒരേപോലെയാണുള്ളത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി എല്ലാം മാറുന്നത് കണ്ടു. എനിക്കൊരാളുടെ അടുത്ത് സംസാരിക്കാനുള്ള പേടിയെല്ലാം മാറിയത് അങ്ങനെയാണ്. പല ആൾക്കാരും പേടി. എന്തിനാണ് പേടിക്കുന്നത്? അവർ നമ്മളെക്കാട്ടി ഒരുപാട് ഉയരത്തിലാണ്. എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഉയരെ എന്ന് പറയുന്നത്? നമ്മൾ ഉയരെ എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ചില കാര്യങ്ങളിൽ നമ്മളെക്കാട്ടിലും താഴെയായിരിക്കത്തില്ലേ? അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ പേടിയോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ഒരു വിഭാഗമോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ പാറ്റേൺ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാൻ നമ്മൾ പേടിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. അവരെല്ലാവരും നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ സെയിം വേവ് ലെങ്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാറില്ലേ? നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടി മുതിർന്നവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട്, നമ്മുടെ ടീച്ചേഴ്സിന് റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പേടിക്കേണ്ടതില്ല. റെസ്പെക്റ്റും ഫിയറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങ് ഭയങ്കര താണ് കേണ് അങ്ങനെ നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക എന്നും പറഞ്ഞ് കാല് പിടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണുക, ഒരേ കാറ്റഗറി ആയിട്ട് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരേപോലെയാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുക, നമുക്ക് സ്കില്ലില്ലാത്തത് ഡെവലപ്പ് ചെയ്തെടുക്കുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ. അല്ലാതെ ആരെയും കണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പല കുട്ടികളും പേടിച്ച് ഓടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആൾക്കാരെ നിങ്ങളെല്ലാവരെയും ഒരേപോലെ കാണാൻ ശ്രമിക്കുക. ഒരാളും വലുതുമല്ല, ഒരാളും ചെറുതുമല്ല. താഴെക്കിടയിലുള്ള ആൾക്കാരെ അയ്യോ എന്താണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സ്റ്റാഫുകൾക്കിടയിൽ തന്നെയുണ്ട്. ചില സ്റ്റാഫുകൾ ഭയങ്കര ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ താഴെയുള്ള കുട്ടികളെ വേറെ രീതിയിൽ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങളാണ്. അത് അവർ തന്നെ മാറ്റണം. മാക്സിമം നമ്മളെ പോലെ തന്നെ ബാക്കിയുള്ളവരെയും കാണുക. എല്ലാവരും ഒരേപോലെയാണെന്ന് കരുതുക. എന്നും പറഞ്ഞ് എല്ലാവരെയും വിശ്വസിച്ചല്ല അങ്ങനെ പോയി കുഴി ചാടാനല്ല പറയുന്നത്. എല്ലാവരും ഒരേപോലെ കാണുക എന്നുള്ളതാണ്. ദ മൊമെന്റ് യു സ്റ്റോപ്പ് റാങ്കിങ് പീപ്പിൾ യു സ്റ്റാർട്ട് ഓണിങ് യുവർ സെൽഫ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.